എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസപരമായിട്ട് വന്നിട്ടുള്ള അറിയിപ്പുകളാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉച്ചഭക്ഷണ പദ്ധതിയിൽ 26 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 4 കിലോ അരി വീതം അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 26.16 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഏപ്രിലിൽ ആരംഭിക്കുന്ന സ്കൂൾ അവധിക്ക് മുമ്പ് 4 കിലോ അരി വീതം നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുകയുണ്ടായി. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൈവശമുള്ള 17,417 ടൺ അരിയിൽ നിന്ന് ഉച്ചഭക്ഷണ വിതരണത്തിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സപ്ലൈകോ നേരിട്ട് സ്കൂളുകളിലേക്ക് അരി എത്തിക്കുന്നതാണ്. അടുത്തത് പ്രിലിമിനറി എക്സാം, ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. 2025 പ്രിലിംസ് എക്സാമിന്റെ 2ാം ഘട്ടം തീയതിയായിട്ടുണ്ട്. ആദ്യഘട്ട പരീക്ഷ മെയ് 24 നടത്തുന്നതാണ്. 2ാം ഘട്ട പരീക്ഷ ജൂൺ 28 നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പരീക്ഷാ തീയതി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് PSC നേരിട്ട് നടത്തുന്ന അഭിമുഖ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പട്ടികവർഗ വിഭാഗക്കാർക്കുള്ളതാണ്. കാറ്റഗറി നമ്പർ 87/2024 തസ്തികയിലേക്ക് 2025 ഏപ്രിൽ 2 രാവിലെ 8 മണിക്ക് PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പരീക്ഷയാണ് നടത്തുന്നത്. അടുത്ത അറിയിപ്പ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ പ്രോഗ്രാമർ വേക്കൻസിയിലേക്കുള്ളതാണ്. LCLA കാറ്റഗറി നമ്പർ 725/2023 തസ്തികയിലേക്ക് 2025 ഏപ്രിൽ 3 രാവിലെ 9:30 PSC ആസ്ഥാന ഓഫീസിൽ വച്ച് അഭിമുഖം നടത്തുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കായുള്ള പ്രൊഫൈൽ സന്ദേശം SMS എന്നിവ മുഖേന അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ അറിയിപ്പുകൾ പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.